ഇതാണ് മക്കളെ കരിഞ്ചീരക ചിക്കൻ. കരിഞ്ചീരകവും അയമോദവും ചേർന്ന് മസാല ചേർത്ത് പൊരിച്ചെടുത്ത ചിക്കൻ. ഇത് കഴിക്കാൻ വന്നത് സരസ് 2K25 കോഴിക്കോട് ബീച്ചിൽ നടക്കുന്നുണ്ടല്ലോ. നാളെ ആട്ടോ ലാസ്റ്റ് ഡേറ്റ്, 13th തോന്നുന്നത്. നിങ്ങൾ പോയി കണ്ടു നോക്കിയാൽ നല്ല വൃത്തിയുള്ള ഏരിയ, ഫുഡൊക്കെ ഉണ്ടാക്കുന്ന കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല പ്രിപ്പയർഡാണ്. പല നാട്ടിലുള്ള ആൾക്കാരും പല സംസ്ഥാനങ്ങളിലെ ആൾക്കാരുണ്ടാക്കുന്ന ഫുഡുകൾ കിട്ടും അവിടെ. അപ്പോൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോയതാണ്. അവിടെ എത്തിയാൽ നമ്മൾ പൈസ കൂപ്പണാക്കി മാറ്റണം കേട്ടോ. ബാക്കി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കൂപ്പൺ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് റീഫണ്ട് കിട്ടുകയും ചെയ്യേ. അഫോർഡബിളാണ്. സ്റ്റാളിലും എക്സിബിഷനിലൊക്കെ നമുക്ക് കഴിക്കേണ്ട പൈസ നോക്കുമ്പോൾ ഇവിടെ കിട്ടിയതൊക്കെ അഫോർഡബിളാണ്. പാവ് ഭാജി, മോമോസിൻ്റെയൊക്കെ വലുപ്പം നോക്ക്, പക്ഷെ എല്ലാം നല്ല ടേസ്റ്റുള്ള ഫുഡ്. എന്നെ കരിഞ്ചീരക ചിക്കൻ ഉണ്ട്, ചോള ഭട്ടൂര്, പിന്നെ എന്തായിരുന്നു തവ ചിക്കൻ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 100 രൂപ ആയിട്ടുള്ളൂ. ഇതെല്ലാം കൂടി ഞങ്ങൾക്ക് എക്സ്പെൻസ് 450 രൂപയായിട്ടായത്. ടേസ്റ്റി ഫുഡായിരുന്നു. ഞങ്ങൾക്ക് വയറ് നിറയെ ഉണ്ടായിരുന്നു. ഫുഡ് കഴിക്കുന്ന സ്ഥലം ഒഴികെ ബാക്കിയുള്ള എക്സിബിഷൻ ഏരിയാസ് മൊത്തം എയർ കണ്ടീഷൻഡാണ്. ഫുഡീസിനൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സന്ദർഭമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പോയത്. എന്തായാലും മിസ്സായില്ല കേട്ടോ. നമ്മളെ എക്സ്പീരിയൻസ് ഒക്കെ സൂപ്പർബായിരുന്നു. അവ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ കോഴിക്കോട് ബീച്ചിന് ചുറ്റും ലൈറ്റുകൊണ്ട് നല്ലോണം അലങ്കരിച്ചിട്ടുണ്ട്. മക്കൾക്ക് ഇതൊക്കെ കാണുമ്പോൾ രസമല്ലേ. ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ ഫുഡ് കോർട്ടിൽ നിന്ന് കഴിച്ച് ഹാപ്പി ആയല്ലേ. മൊത്തത്തിൽ എല്ലാവർക്കും ഹാപ്പി. ഇപ്പം കാണിക്കുന്ന വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും എക്സിബിഷൻ എത്രത്തോളം നീളത്തിലുള്ളതാണെന്ന് കേട്ടോ. അത്യാവശ്യം കാര്യമായിട്ട് അവർ പ്രിപ്പയർ ചെയ്തതാണേ. എന്തായാലും പോയി കണ്ടു നോക്കണം കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ബാക്ക്ഗ്രൗണ്ടിലെ വോയിസ് നിങ്ങൾ നോക്കേണ്ട. മോന് വാതിലടിക്കാൻ ശ്രമിക്കുകയാണ്, സോറി. ഇതൊക്കെ ഉണ്ടാകുന്നതാണ്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ വീഡിയോ തുടർച്ചയായിട്ട് കാണുന്നവർക്ക് അറിയാം ഒരു കുറുമ്പം മോന് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ പറഞ്ഞു വന്നത്, തിരിച്ച് വരുന്ന വഴിക്ക് മെയിൻ സ്ട്രീറ്റ് നല്ല പരിപാടി ഉണ്ടായിരുന്നു. ഞായറാഴ്ച നല്ല തിരക്ക് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ കുറച്ച് നേരം ഞങ്ങളവിടെ നിന്ന് കണ്ടു കേട്ടോ. അപ്പോൾ മോൾക്ക് കാണാൻ കഴിയാത്തതുകൊണ്ട് മോളൊന്ന് കാക്ക എടുത്തുയർത്തി കുറച്ച് നേരം പരിപാടി കാണിച്ചു കൊടുത്ത് ഞങ്ങൾ വണ്ടി ഏകദേശം ആ ഏരിയയിലിരുന്ന് പാർക്ക് ചെയ്തത്. 2 വീലറെ 4 വീലറായിട്ടൊന്നും വരാനേ കഴിയില്ല, നല്ല തിരക്കല്ലേ. മോന് പാട്ട് കേട്ടിട്ട് കുറച്ച് നേരം ഡാൻസൊക്കെ കളിച്ച് അത് ഞങ്ങൾ കണ്ട് ആസ്വദിച്ച് എന്നിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയത്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ സൺഡേ മിനി വ്ളോഗ്. എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. മക്കൾക്ക് വരെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. നാളെയും കൂടി ഉള്ളൂ. നിങ്ങൾ പോയി കാണട്ടോ. 13 വരെയാണെന്ന് തോന്നുന്നത് ലാസ്റ്റ് ഡേറ്റ്.